2024 എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനൊക്കെ തയ്യാറെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക, കാണുക. കാരണം ഒരു കരിയർ ഗൈഡൻസ് മേഖലയിൽ ഏകദേശം 7 വർഷത്തോളം വർക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നല്ല മാർക്കുകൾ ഉണ്ടായിട്ടും പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കേണ്ടി വന്ന കുട്ടികളുടെ അവസ്ഥ, ഒരു 5-6 കുട്ടികളുടെ അവസ്ഥ ഞാൻ നേരിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ റിസർവേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നാറ്റിവിറ്റി നഷ്ടപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് പ്രൈവറ്റ് മേഖലയിൽ റാങ്ക് ഉണ്ടായിട്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വിഷമകര പിടിച്ച കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴാണ് കീമിനെ അപേക്ഷിക്കേണ്ടത്? അതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങളിലാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്? എല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നീറ്റോ, കീമോ, അല്ലെങ്കിൽ അഗ്രികൾച്ചറോ, ഫോറസ്ട്രിയോ, ഫിഷറീസോ, എഞ്ചിനീയറിംഗോ, നാറ്റ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് പോലുള്ള എന്തും ആയിക്കോട്ടെ, എന്തെല്ലാമാണ് കീമിലൂടെ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പറയാൻ പോകുന്നത്. സാധാരണ ഓൾ ഇന്ത്യ ലെവലിൽ 15% മെഡിക്കൽ സീറ്റിലേക്കും ബാക്കി 85% കേരളത്തിലെ മെഡിക്കൽ സീറ്റുകളിലേക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട സീറ്റുകളിലേക്ക് കീം അതോറിറ്റി, അതുപോലെ 85% ഇവിടെ വരുന്ന ആർക്കിടെക്ട് കോഴ്സുകളിലേക്ക്, മറ്റ് അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രിയൊക്കെ വരുന്ന പോലെ 85% സീറ്റിലേക്കൊക്കെ കീം അതോറിറ്റിയാണ് എന്ത് ചെയ്യാറുള്ളത്, ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാറുള്ളത്. അതുകൂടാതെ ഇവിടുത്തെ 100% വരുന്ന എഞ്ചിനീയറിംഗ് സീറ്റുകളിലേക്ക്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാം. അത് നമുക്ക് കീമോ വഴി അഡ്മിഷൻ നടക്കുന്നതിനൊക്കെ നോക്കാം. കീമോ വഴി അഡ്മിഷൻ നടക്കുന്നത് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടാണ് എക്സാമിനേഷൻസ് ഉള്ളത്. എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സാമിനേഷൻസ് കീം അതോറിറ്റി നടത്തും. ഈ വർഷം അതിൽ ചില മാറ്റങ്ങളുണ്ട്. ഓൺലൈനായിട്ടാണ് ഈ വർഷം എക്സാമിനേഷൻസ്. അതിൻ്റെ സ്കോറിങ്ങിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നീറ്റിൻ്റെ സിലബസിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയണം നീറ്റിൽ ഇത്ര മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ചില ചാപ്റ്ററുകളൊക്കെ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ചില ചാപ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെല്ലാമാണ് ഇത്തരം മാറ്റങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഈ കേരളത്തിലെ എല്ലാ സീറ്റിലേക്ക് അഡ്മിഷന് വേണ്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 എക്സാമിനേഷൻസ് കൂടിയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ MBBS, BDS, ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫോറസ്ട്രി, ഫിഷറീസ്, സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ഇത്രയും കോഴ്സുകളിലേക്ക് നീറ്റിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നീറ്റിൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ എന്തിനാണ് കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് എക്സാമിനേഷന് ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾക്കൊന്നും വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻസും നിങ്ങൾ എഴുതേണ്ടതില്ല. ഒരൊറ്റ എക്സാമിനേഷൻസ് ചെയ്ത നീറ്റാണ്. നീറ്റിൽ ഈ പ്രാവശ്യം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് MBBSനും BDSനും വേണ്ടി ഒരു നീറ്റും ബാക്കിയുള്ളതിന് വേണ്ടി മറ്റൊരു നീറ്റും നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയൊരു വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞാലും ഈ ഒരു നീറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കോഴ്സുകൾ കൂടെ അഡ്മിഷൻ നടക്കുന്നത്. ഇപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾ അവിടെ എഴുതി, സപ്പോസ് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങളുടെ റാങ്ക് 10,000 ആണെന്ന് സങ്കല്പിക്കുക. 10,000 ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ സ്റ്റേറ്റുകാരും എഴുതിയിട്ടുണ്ടാവും. ഉത്തർപ്രദേശുകാരും ബീഹാറുകാരും തമിഴ്നാട്ടുകാരനും രാജസ്ഥാൻകാരനും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും കൂടെ എഴുതിയിട്ടുള്ള റാങ്ക് ആയിരിക്കുമല്ലോ ഈ 10,000 റാങ്ക്. അവിടുന്ന് നിങ്ങളുടെ കേരളത്തിലെ കുട്ടികളുടെ റാങ്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുക, കീമിൽ രജിസ്റ്റർ ചെയ്യുക. എക്സാമിനേഷൻ എഴുതേണ്ട കാര്യമില്ല. രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാർക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ കേരളത്തിലെ കുട്ടികളുടെ റാങ്ക് തയ്യാറാക്കും. അതാണ് നിങ്ങളുടെ കേരള റാങ്ക്. അതനുസരിച്ചിട്ടാണ് ഈ 85% സീറ്റിലേക്ക് നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലൂടെ അപേക്ഷിക്കുക മാത്രം ചെയ്യണം. ഇനി കുട്ടികൾക്ക് വരുന്ന മെയിൻ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട മേഖല ഏതൊക്കെയാണെന്നാണ്. ഒരു കുട്ടിക്ക് 1300 റാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. നോർമൽ കേസിൽ ആ കുട്ടിക്ക് അന്ന് ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല. കാരണം എന്താ പറയുക? ആ കുട്ടി കീം അതോറിറ്റിയിൽ അപ്ലോഡ് ചെയ്ത നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു അപാകതയുണ്ടായിരുന്നു. അത് ആ കീം അതോറിറ്റി ആ കുട്ടിയെ മെയിൽ ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ ഒക്കെ നോട്ടിഫിക്കേഷൻ ചെയ്തെങ്കിലും ഈ കുട്ടിക്ക് ചെക്ക് ചെയ്തില്ല. അത് കാരണം ആ കുട്ടി ജനറൽ കാറ്റഗറിയിൽ വരികയും ഈ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ ലഭിക്കേണ്ട അഡ്മിഷൻ നഷ്ടമാവുകയും ചെയ്തു. ഇങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപേക്ഷിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കേരളത്തിലെ ഒരു കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൽ വ്യക്തമായിട്ട് അത് വില്ലേജ് ഓഫീസറാണ് സൈനിങ് അതോറിറ്റി ഉണ്ടായിരിക്കേണ്ടത്. ആർക്കൊക്കെ? ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും
എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് വില്ലേജ് ഓഫീസർ ആയിരിക്കണം സൈൻ ചെയ്തിരിക്കേണ്ടത്. 2 തഹസീൽദാർ സൈൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നീറ്റിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തഹസീൽദാറാണ് സൈൻ ചെയ്യേണ്ടത്. കേരളത്തിലുള്ളതിന് വില്ലേജ് ഓഫീസറും കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണെങ്കിൽ തഹസീൽദാറാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് സൈനിങ് നമ്മുടെ കേരള സർക്കാരിൻ്റെതല്ലേ. നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസർവേഷനിൽ അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ വില്ലേജ് ഓഫീസർ തന്നെയല്ലേ സൈനിങ് അതോറിറ്റി നോക്കുക. SC STക്ക് തഹസീൽദാറായിരിക്കും സൈനിങ് അതോറിറ്റി. എന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് ഉണ്ടാകും. എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത്. ഈ നോൺ ക്രിമിനലൊക്കെ അവിടെ കേരളത്തിലേതാണെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസോ അല്ലെങ്കിൽ നമ്മളുടെ ജോബ് ആവശ്യത്തിനൊന്നും ഉണ്ടാകും. അവിടെ എഡ്യൂക്കേഷൻ പർപ്പസ് തന്നെയാണെന്നും ഉറപ്പുവരുത്തണം. ഈ കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ റിസർവേഷൻ നഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, കീമിൽ അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കരുതരുത്. ഇടയ്ക്ക് നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർ വെരിഫൈ ചെയ്ത് റിസീവ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അപാകതകളുണ്ട് അത് പരിഹരിക്കാൻ കീം ഒരുപാട് ഓപ്ഷൻസ് നൽകാറുണ്ട്. ആ സമയത്ത് പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാത് റിസർവേഷൻ കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പ്രിപ്പയർ ചെയ്തതിന് ശേഷം കീം അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നല്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സെക്സ്, മെയിലാണോ ഫീമെയിലാണോ, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാറിൻ്റെ നമ്പർ, ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറൊക്കെ നിങ്ങളത് തന്നെ കൊടുത്തു എന്ന് ഉറപ്പിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും OTP ഒക്കെ വരേണ്ട സാഹചര്യത്തിൽ നിങ്ങൾ വല്ല ഓൺലൈൻ സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കും. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. കാരണം ഫർദർ കോൺടാക്ട്സ് ഒക്കെ നിങ്ങൾ വല്ല പാസ്വേഡ് മറന്നു കഴിഞ്ഞാലോ, പരീക്ഷയുടെ തലേന്നായിരിക്കും ചിലപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പാസ്വേഡ് അറിയില്ല, ആകെ അതിന് ടെൻഷൻ ഇരിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് തന്നെ വരുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടി എന്തെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? നിങ്ങളൊരു ഇൻകം സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതേപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പറ്റുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ നോൺ ക്രിമിനൽ അല്ലെങ്കിൽ SC ST അല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സർട്ടിഫിക്കറ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഫോട്ടോ, സിഗ്നേച്ചർ എല്ലാം ഇപ്പോൾ റെഡിയാക്കി വെക്കുക. ഏറെക്കുറെ വിളിക്കാൻ സമയമായിട്ടുണ്ട്. ആ സമയത്ത് വില്ലേജ് ഓഫീസിൽ നല്ല തിരക്കായിരിക്കും, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആർക്കിടെക്ട് കോഴ്സിന് അപേക്ഷിക്കുന്ന ആളുകൾ എഴുതേണ്ടത് നാറ്റ എക്സാമിനേഷനാണ്. അവരും ഇവിടെ കേരളത്തിൽ പഠിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ എക്സാമിനേഷൻ ഇല്ലെങ്കിൽ പോലും ഇവിടെ രജിസ്റ്റർ ചെയ്യണം. കീമിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നാറ്റയായിട്ട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ ഈ വർഷം വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഐ ബട്ടണിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഈ ഒരു ചെറിയ ചെറിയ അപാകതകൾ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പണം ചിലവാക്കി സമയം ചിലവാക്കി പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിക്കാനോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയേക്കാം. ഇത്തരം അപാകതകൾ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. ഇത് ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വർഷം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്കും അവരുടെ രക്ഷിതാക്കളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.